നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ലെൻസ് പവറിനെ കുറിച്ചാണ്. ലെൻസ് പവർ തുടങ്ങുമ്പോൾ ഏറ്റവും നല്ലൊരു പവർ എന്ന് പറയാവുന്ന ഒരു പവറാണ് 1:1.4. 1:1.4 കഴിഞ്ഞാൽ പിന്നെ 1:2.8 ആണ്. 1:2.8 താഴെ നിൽക്കുന്ന പവറാണ് 1:3.5. അതിലും താഴെ നിൽക്കുന്ന പവറാണ് 4.5. വീണ്ടും താഴെ നിൽക്കുന്ന പവറാണ് 5.6. അപ്പോൾ യഥാക്രമം 1.4, 2.8, 3.5, 4.5, 5.6 ഇങ്ങനെയുള്ള ക്രമം പഠിക്കുമ്പോൾ ഇതിൽ ഏറ്റവും നല്ലൊരു പവർ 1.4 ആയി. തൊട്ടടുത്ത് നിൽക്കുന്ന പവർ 2.8 ആയിട്ടും നാം പറയാറുണ്ട്, അല്ലെങ്കിൽ ചെയ്യാറുണ്ട്, ഫോട്ടോ നന്നാവാറുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ലെൻസിൽ പവറുകളൊക്കെ ഉണ്ടെങ്കിലും ഫോട്ടോഗ്രാഫി നിർവഹണത്തിന് ഈ പവറുകൾ ആവശ്യമുള്ളൂ. F8 എന്നുള്ള പവറൊക്കെ ഉണ്ടായിരുന്നതും ഇപ്പോൾ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ലെൻസിൻ്റെ പവർ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതിനെ പറ്റി വിശദമായി ഒന്നാലോചിക്കുക. ഒരു നോർമൽ ലെൻസ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ലെൻസ്, അതിൻ്റെ പവർ 1:2, ഇതിപ്പോൾ 1.4 ആണ്. നല്ല ഒരു പവറാണ്. ഇതൊരു വൈഡ് ആംഗിൾ ലെൻസാണ്, 1:2.8 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലെൻസുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ലെൻസുമ്പോൾ ഒരു പവറേ ഉണ്ടായിരിക്കുകയുള്ളൂ. നേരെ മറിച്ച് ഇതുപോലുള്ളൊരു സൂം ലെൻസ്, ഈ ലെൻസ് 28-70, 28-70 3 എലമെൻ്റുള്ള ഒരു ലെൻസാണ്. അതിൻ്റെ പവർ 1:2.8 ആണ്. അപ്പോൾ ഈ ലെൻസിനെ കോൺസ്റ്റൻറ്റ് പവർ എന്ന് പറയും. അപ്പോൾ സൂം ലെൻസിലാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് പവർ എന്ന് പറയുക. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ ഒരു ലെൻസ് 55-200 ഒരു ടെലിസൂം ലെൻസാണ്. ഈ ടെലിസൂം ലെൻസിന് 2 പവറുണ്ട്, കോൺസ്റ്റൻറ്റ് പവറല്ല, മൾട്ടി പവറുണ്ട്. അപ്പോൾ അത് 1:4, 5.6. ഫ്രണ്ടിലോ UV ഫിൽറ്റർ മാറ്റിയിട്ട് അതിൻ്റെ ഫ്രണ്ട് ഏരിയയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലോ എവിടെയെങ്കിലും ലെൻസിൻ്റെ പവർ നിർണ്ണയിച്ചിട്ടുണ്ടാവും, എഴുതിച്ചിട്ടുണ്ടാവും. അപ്പോൾ ലെൻസിൻ്റെ പവർ നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പിക്സൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വേറൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പിക്സലിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പിക്സൽ ലാർജ് സെലക്ഷനിലുള്ള ഒരു മോഡലിൽ നമ്മൾ ക്യാമറ എക്സ്പോസ് ചെയ്യുമ്പോൾ ലെൻസ് പവർ 2.8 ആണ്, അല്ലെങ്കിൽ 1.4 ആണ്, അല്ലെങ്കിൽ 5.6 ആണ്. ഈ 3 തരം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ലെൻസ് അതിൽ 4.5 to 5.6 എന്നുള്ള ഒരു മൾട്ടി പവറുള്ള ഒരു ലെൻസാണ് എന്ന് വിചാരിക്കുക. അതിൽ ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടുന്ന ക്ലാരിറ്റിയേക്കാളും അല്ലെങ്കിൽ ക്വാളിറ്റിയേക്കാളും ഭംഗിയിൽ കിട്ടും അത് 1:2.8 മാത്രം കോൺസ്റ്റൻറ്റ് പവറുള്ള ഒരു ലെൻസായ. ഒരു കോൺസ്റ്റൻറ്റ് പവറുള്ള സൂം ലെൻസ് അല്ലെങ്കിൽ ടെലിസൂം ലെൻസ് നിങ്ങൾ ഉപയോഗിക്കുന്നു. അത് തന്നെ ഒരു മൾട്ടി പവറുള്ള ലെൻസ് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ വ്യത്യാസം അറിയണ്ടേ? ആ സംശയം നമുക്ക് മാറ്റണം. മൾട്ടി പവറുള്ള ലെൻസിന് എപ്പോഴും ബാക്ക് എലമെൻ്റ്, അതായത് വൈഡ് ഏരിയയിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ഈ ലെൻസ് 55-200 ആണ്, ഇതിൻ്റെ വൈഡ് 55 ആണ്. അപ്പോൾ ഇതിൽ 55-ൽ നമ്മൾ വൈഡ് ചെയ്ത് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോയുടെ ഷാർപ്പ്നെസ്സും സൂം ഇൻ ചെയ്ത് 200 200 ഫോക്കസ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഷാർപ്പ്നെസ്സിലാണ് ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഫോക്കസ് ചെയ്യുമ്പോൾ ഒക്കെ ആയിരിക്കും, ഫോട്ടോ ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മളത് പ്രിൻ്റ് ചെയ്യുമ്പോൾ ആ വൈഡ് ഏരിയ, അതായത് ഇപ്പോൾ 18-135 അത് തന്നെ വിശദമായി പഠിക്കാം. ഇതുപോലെ 18-135 ലെൻസിൻ്റെ 18-ൽ ഒരു ഫോട്ടോ എടുക്കും. അപ്പോൾ 18 എടുക്കുന്ന ഫോട്ടോ നല്ല ഓവറോൾ ഷാർപ്പ്നെസ് ആയിരിക്കും, നല്ല ഷാർപ്പ്നെസ് ഉണ്ടാകും. പക്ഷേ അതിൻ്റെ 135ലേക്ക് സൂം ഇൻ ചെയ്ത് അതേ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ സൂം ഇൻ ചെയ്ത് ഒരു ക്ലോസപ്പ് ഏരിയ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാവും, ഫോർഗ്രൗണ്ടും ബ്ലറാവും. പക്ഷേ ഈ സബ്ജക്റ്റ് വളരെ ഷാർപ്പായിരിക്കും. പക്ഷെ അതിന് ഒരു പരിധി വരെ ഷാർപ്പ് ഉണ്ടാവുള്ളൂ. നമ്മളുടെ കൂടെയുള്ള വേറൊരു വ്യക്തിയുടെ കയ്യിൽ കോൺസ്റ്റൻറ്റ് പവർ 2.8 പവറുള്ള ഇതേ ലെൻസ് 180-135 അത് നിങ്ങളുടെ 3.5 to 4.5 എന്നുള്ള കോൺസ്റ്റൻറ്റ് പവറാണ്. നമ്മുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിലുള്ള ലെൻസ് അതേ 80 to 135 ആണ്. പക്ഷേ അതിൻ്റെ ലെൻസ് പവർ
1:2.8 കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ സുഹൃത്തെടുക്കുന്ന ക്ലോസപ്പ് ആയിരിക്കും നമ്മളുടെ ക്ലോസപ്പിനേക്കാളും കൂടുതൽ ക്ലാരിറ്റിയും ക്വാളിറ്റിയും ആവുക. അപ്പോൾ നമ്മൾ 1:1.4 നല്ല ലെൻസാണെന്ന് മാഷ് പറഞ്ഞു, നിങ്ങളിത് കേട്ടു. പക്ഷേ 1:1.4 എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നൊന്ന് ആഴത്തിൽ പഠിക്കുമ്പോൾ ഒരു കോൺവെക്സോ കോൺകേവോ ആയ എലമെൻറ്റുകൾ ഈ ലെൻസിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒരു കോൺവെക്സ് എലമെൻ്റ് അല്ലെങ്കിൽ കോൺകേവ് എന്തോ നമുക്കത് അത്ര ആഴത്തിൽ പോകേണ്ടതില്ല. എങ്കിലും ഒരു ലെൻസിനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ ഞാൻ നിങ്ങൾക്ക് കനോൺ കമ്പനിയുടെ ലെൻസ് മേക്കിംഗ് എന്നുള്ള ഒരു വിഷ്വൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇൻ്റർനെറ്റിലൂടെ. അതുപ്രകാരം ഉണ്ടാക്കുന്ന ഓരോ കണികകൾ പോലെ ഒരേ പ്രശ്നങ്ങളായി കൂട്ടിയൊട്ടിച്ചിട്ടാണ് മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെ പറയാം. അത് ഒരുപാട് സ്റ്റെപ്പുകൾ കഴിഞ്ഞാണ് ലെൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു പവർ കൂടിയ ലെൻസ്, ഇപ്പോൾ F8 ലെൻസ് വളരെ മോശമാണ് അല്ലെങ്കിൽ 5.6 വളരെ മോശമാണെന്ന് പറയുമ്പോൾ 1.4 2.8 ഒക്കെ നല്ല പവറാണ്. അതുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഈ കൂട്ടി ഒട്ടിക്കുന്ന കണികകൾ പ്രിസങ്ങളുടെ എണ്ണം ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിനോ ആയിരിക്കും. ലെൻസിൻ്റെ പവറിനെ ഒന്നും കൂടി വിശദാക്കുകയാണെങ്കിൽ ഇപ്പോൾ 1.4 നല്ല ലെൻസാണെന്ന് പറഞ്ഞു. ഇപ്പോൾ 1.4 ലെൻസ് ഒരു 11 എലമെൻ്റ് ഉള്ളതായാലും കോൺസ്റ്റൻറ്റ് 1.4 ഉണ്ടെങ്കിൽ നമുക്ക് അപ്പർച്ചർ കട്ട് ചെയ്യാതെ തന്നെ കാര്യമായിട്ട് അപ്പർച്ചർ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് നല്ല ഫോട്ടോ കിട്ടും. അതായത് പുറമേ നിന്ന് വരുന്ന വെളിച്ചം, അത് ഡയലൈറ്റ് ആയിക്കോട്ടെ നമ്മൾ കൊടുക്കുന്ന ഫ്ലാഷ് ലൈറ്റ് ആയിക്കോട്ടെ, അത് ഈ എലമെൻറ്റുകളിൽ കൂടി കടന്ന് സിമോസിലേക്ക് വരികയല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ എലമെൻറ്റുകൾക്ക് സുതാര്യത, മലയാളത്തിൽ പറഞ്ഞാൽ ട്രാൻസ്പെറൻസി വളരെ കൂടുതലായിരിക്കും. ലെൻസ് പവർ കൂടുന്തോറും അത് ട്രാൻസ്പെറൻസി കൂടിക്കൊണ്ടിരിക്കും. അതിനാൽ വെളിച്ചത്തിന് വേവ് ലെങ്തായിട്ട് വരുന്ന വെളിച്ചത്തിന് വഴിക്ക് ലാപ്സായി പോകുന്ന വെളിച്ചത്തിന് ഒരു പരിധി വരെ ലാപ്സായി പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സിമോസിലേക്ക് കയറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് പവർ കൂടിയ ലെൻസുകളുടെ പ്രത്യേകത. ഇത് ഒന്നും കൂടി വിശദമാക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി പഴയ കാലത്തെ ഒരു അനലോഗ് ലെൻസ് കാണിക്കുകയാണ്. ഈ ലെൻസിന് 1:3.5 എന്ന കോൺസ്റ്റൻറ്റ് പവറാണ്. പക്ഷേ ഇതിൽ ഒരുപാട് എലമെൻറ്റുകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ഡിജിറ്റൽ ഇക്കാലഘട്ടത്തിൽ ഒരു ക്യാമറയാണ്. ഇതിനും ഒരുപാട് എലമെൻറ്റുകളുണ്ട്. ഇതിന് പക്ഷേ കോൺസ്റ്റൻറ്റ് പവറല്ല, 2 പവറാണ്, മൾട്ടി പവറാണ്. അപ്പോൾ ഫിലിമിൻ്റെ കാലഘട്ടത്തിൽ പിക്സലോ അങ്ങനെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 100 ASO 200 ASO 400 ASO ഫിലിം കൊണ്ടാണ് ഫോട്ടോഗ്രാഫി നിർവഹിച്ചത്. അതിനാൽ അന്ന് ഇങ്ങനത്തെ ലെൻസുകൾ തന്നെ വേണം, അതായത് കോൺസ്റ്റൻറ്റ് പവറിൽ വേണം. ഇന്നിപ്പോൾ നിങ്ങളുടെ DSLR ക്യാമറ, ഡിജിറ്റൽ SLR ക്യാമറകളിൽ മൾട്ടി പവർ ലെൻസുകൾ ഉപയോഗിക്കുന്നതിൽ ഒരു വിരോധമില്ല, ബുദ്ധിമുട്ടില്ല. തിയറി പഠിക്കുമ്പോൾ കേൾക്കുമ്പോൾ എല്ലാവരും കരുതരുത്, ഒയ്യോ എൻ്റെ കയ്യിൽ 2.8 ലെൻസില്ല അല്ലെങ്കിൽ 1.4 ലെൻസില്ല, അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. കാരണം ഷാർപ്പ്നെസ്സിനും ക്വാളിറ്റിക്കും വേണ്ടി ക്യാമറ ബോഡിയിൽ മറ്റ് പല ടെക്നിക്കൽ ആസ്പെക്റ്റുകളും ഉണ്ട്.